പോക്സോ കേസിൽ പ്രതിക്ക് 64 വർഷം കഠിന തടവ്. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ബന്ധുവിന് ശിക്ഷ വിധിച്ചത്. 30,000 രൂപ പിഴയും ഒടുക്കണം. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ട്. അനന്തൻ, ഈ കേസിന് അടിസ്ഥാനമായ വിവരങ്ങൾ. തിരുവനന്തപുരത്ത് നടന്ന ഒരു ദാരുണമായ സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2019 സെപ്റ്റംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം. ഈ പ്രതി ഈ പീഡനത്തിനിരയായ കുട്ടിയുടെ അടുത്ത ബന്ധുവായതിനാൽ അയാളുടെ പേര് പറയാൻ കഴിയില്ല. 2019 സെപ്റ്റംബറിൽ കുട്ടിയുടെ അന്ന് 10 വയസ്സാണ്. കുട്ടിയുടെ ചെറിയച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് കുട്ടി വീടിൻ്റെ ടെറസിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് പ്രതി കുട്ടിയെ പീഡിപ്പിച്ചത്. അതിനുശേഷം വായു പൊത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നാണ് പോലീസിൻ്റെ കേസിലുള്ളത്. അതിനൊപ്പം തന്നെ ആ സമയം കുട്ടി ഈ വിവരം അമ്മൂമ്മയോട് പറഞ്ഞു. പക്ഷേ കടന്നു പിടിച്ചുവെന്ന് മാത്രമാണ് അമ്മൂമ്മയോട് പറഞ്ഞത്. ഉടൻ തന്നെ അമ്മൂമ്മ ഈ പ്രതിയെ അന്നേരം മർദ്ദിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. പിന്നീട് 1.5 വർഷത്തിന് ശേഷം സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിലാണ് ഈ പീഡന വിവരം കുട്ടി പറയുന്നത്. അതിനുശേഷം സ്കൂൾ അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം കേസിൻ്റെ വിചാരണ പൂർത്തിയായി. തിരുവനന്തപുരം പോക്സോ കോടതിയിലാണ് വിചാരണ നടന്നത്. ആ വിചാരണയ്ക്കൊടുവിലാണ് പ്രതിക്ക് 64 വർഷം കഠിന തടവിന് കോടതി ശിക്ഷിച്ചത്. 30,000 രൂപ പിഴയും ഒടുക്കണം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 8 വർഷം അധിക തടവ് കൂടി പ്രതി അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹനാണ് ഹാജരായത്. മാത്രമല്ല, ഈ കേസിൻ്റെ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ ഈ പ്രതിയെ കോടതി വളപ്പിൽ വെച്ച് ഈ കുഞ്ഞിൻ്റെ അമ്മ മൊബൈൽ ഫോൺ വെച്ച് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ദിവിഷ. ശരി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.